ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെയർ പിന്നായിട്ടാണ് കേട്ടോ. ഈ ഒരു ഹെയർ പിന്ന് വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത 10-12ഓളം ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ സിബ് പോയിട്ടുള്ള പൗച്ച്, അതല്ലെങ്കിൽ ഹാൻഡ് ബാഗ്, സ്കൂൾ ബാഗൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സിബ് പോയ കാരണത്താൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ അതൊന്നും മാറ്റി വെക്കാതെ ഒറ്റ സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ സിബ് പോയിട്ടുള്ളൊരു പൗച്ചാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് സിബില്ല. അപ്പോൾ നമ്മൾ നഖം വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ കൈയൊക്കെ വേദനിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ മാത്രമല്ല ഒട്ടും പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന സിമ്പിൾ റെമഡിയാണിത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള ഒരേ ഒരു സ്ലൈഡ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ലൈഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടല്ലോ, ഈ ഒരു സ്ലൈഡ് ഒന്ന് കോർത്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോർത്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇതേ രീതിയിലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു ഹെയർ പിന്നിൽ പിടിച്ചിട്ട് വലിക്കുന്ന സമയത്ത് ഓപ്പൺ ആവാനും ക്ലോസ് ആവാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. എത്ര കുഞ്ഞു മക്കൾക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. വളരെ യൂസ്ഫുള്ളാണ് താനും. അപ്പോൾ ഇതുപോലെ സിബൊക്കെ പോയിട്ടുള്ള പൗച്ചോ സ്കൂൾ ബാഗോ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടാമതായിട്ട് ഞാനൊരു റിബണിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു റിബണിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു സ്ലൈഡ് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നീളം വേണം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇത്ര നീളം കുറച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു റിബണ് ആ ഒരു സ്ലൈഡിൻ്റെ ഏറ്റവും അടിയിലേക്ക് ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് കെട്ടി കൊടുക്കുക. നല്ല നീളമൊക്കെ ഉണ്ടെങ്കിൽ ബോ പോലെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നീളം കുറവായതുകൊണ്ടാണ് ഞാൻ സാധാ കെട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബോ കെട്ടുന്ന പോലെ തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. കെട്ടി കൊടുത്തതിന് ശേഷം ആ ഒരു 2 റിബണിൻ്റെയും സൈഡ് ഉണ്ടല്ലോ, ഇതുപോലെ കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ആ 2 റിബണും താഴേക്ക് പിടിച്ചിട്ട് ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. താഴേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ കുഞ്ഞു മക്കളൊക്കെയുള്ള വീട്ടിൽ ബണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ലൈഡ് കുത്തിയിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, രണ്ട് വശത്തേക്ക് ഇതുപോലെ നാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കാണാൻ. പ്രത്യേകിച്ച് നമ്മൾ ബോ പോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ. ഇനി ഞാനൊരു കുഞ്ഞ് റിബണിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആ ഒരു റിബണിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഇതേപോലെ സ്ലൈഡ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈഡ് കോർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിബൺ ചുരുട്ടി ആ ഒരു സ്ലൈഡിൻ്റെ ഏറ്റവും അടിയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു 2 സൈഡും കൂടിയിട്ട് ഒരിക്കലും അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ മുറുക്കി ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. വായനാശീലമൊക്കെ കൂടുതലുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ PSCക്കൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ വലിയ ബുക്കൊക്കെ ആണെങ്കിൽ വായിച്ച് പകുതി ആയതിനു ശേഷം പിന്നീടാണ് അതിൻ്റെ ബാലൻസ് വരുന്നത് വായിച്ച് തീർക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു അടയാളം വെക്കാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ വായിച്ച് വെച്ച പേജ് നമുക്ക് മറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബുക്കിൽ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജ് ഏതാണോ ആ പേജ് എടുക്കുക. എന്നിട്ട് ആ ഒരു വശത്ത് ഒരു 3-4 പേജ് കൂട്ടിയതിന് ശേഷം ഇതുപോലെ ആ ഒരു ഹെയർ പിന്നൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പിലാണ് ആദ്യം കുത്തി എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം ബുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുകൾ വശം പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഏത് ഭാഗത്താണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രാമത്തെ പേജാണ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ആർക്കും കുഞ്ഞു മക്കൾക്ക് വരെ പെട്ടെന്ന് ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണിത്. ഇനി നേരെ
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം കുത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് ഇപ്പോൾ കുത്തി കൊടുക്കുന്നത്. അതും ഒരു 3-4 പേജ് ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. ഇനി ഞാൻ ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മറിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് വന്ന പാക്കറ്റുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് മസാല പൗഡറുകളൊക്കെ. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ സ്ലൈഡ് വെച്ചിട്ട് നമുക്കത് ഒരുപാട് നാൾ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ആട്ടയുടെ പാക്കറ്റാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ 2 വശത്തും സെൻറ്റർ ഭാഗത്തുമായിട്ട് ഇതേപോലെ സ്ലൈഡ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത് മാത്രം നമ്മൾ കുത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ സെൻറ്റർ ഭാഗത്ത് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ എഡ്ജിലായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ എയർ പിന്ന് കുത്തി വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് കട്ട കുത്താതെയും പ്രാണികൾ വരാതെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയുടെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ സൈഡാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊട്ടിച്ചെടുത്ത ഭാഗം കണ്ടില്ലേ, ഈ ഒരു കോർണറാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോർണർ ആദ്യം ഒന്ന് ഉള്ളിലേക്ക് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ 2 തവണ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വരുന്ന പോർഷന് വീണ്ടും ഞാൻ ഇതേപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നമുക്ക് ഹെയർ പിന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഭാഗം നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഇതിന് 2 പിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിന്ന് ഞാൻ ഇതുപോലെ ഈ ഒരു വശത്ത് കുത്തി കൊടുത്തിട്ടുണ്ട്, ഒരു പിന്ന് ഏറ്റവും മുകളിലായിട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബോക്സിലൊക്കെ ആക്കി ഇട്ട് നമ്മൾ നല്ല പോലെ എയർ ടൈറ്റുള്ള ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിലും ഒത്തിരി നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇൻസുലേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടെത്തുക എന്നുള്ളത്. എന്നാൽ ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ലൈഡോ അതല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് ഒട്ടും സംശയമില്ലാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ സ്ലൈഡ് വെച്ചിട്ടുണ്ട്. പുറമേക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുമുണ്ട്. അപ്പോൾ ഒട്ടും നമുക്ക് ആ ഒരു എഡ്ജ് തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമോടെ വരില്ല. ഞാൻ എടുത്തിട്ടുള്ളത് വാച്ചിൻ്റെ ചാർജർ വയറാണ്. ഇതല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജറും നമുക്ക് ഇതേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ചാർജറായാലും സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാനായാലും നല്ല രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സ്ലൈഡ് എടുത്തതിന് ശേഷം ഈ ഒരു വയറിനുള്ളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ചാർജർ വയർ ഒട്ടും കെട്ടിപ്പിണഞ്ഞ് കിടക്കില്ല, സേഫായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് യൂസ് ചെയ്യാനായാലും കൊണ്ടുപോകാനായാലും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഇതേപോലെയുള്ള പൊടിച്ചില്ലറകൾ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ നമ്മൾ അലസമായിട്ടിടുന്ന സമയത്ത് 10 രൂപയുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് ആകെ തരേണ്ട ഒരവസ്ഥ വരും. എന്നാൽ അതൊന്നും ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ക്യാഷ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 50ൻ്റെ നോട്ട് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാ 50ൻ്റെ നോട്ടും കയ്യിൽ കിട്ടിയതിന് ശേഷം സെൻറ്റർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്ലൈഡാണ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കുത്തിയിട്ട് ബാഗിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 50ൻ്റെ നോട്ടുകൾ മാത്രം ഇതേപോലെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വരാം. അതുപോലെ നമ്മൾ ഓരോ ക്യാഷും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ളത്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 10 ആവശ്യമെങ്കിൽ ആ 10ൻ്റെ ആ ഒരു ഇത് മാത്രം ഒന്ന് എടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ കണ്ടില്ല, 50ൻ്റെതും 10ൻ്റെതും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡി തന്നെയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഹാൻഡ് ബാഗിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായാലും വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മുടെ വീടുകളിലുള്ള കർട്ടൻ വരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു സ്ലൈഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിത് ആ കർട്ടൻ ഇതുപോലെ ഞൊറിഞ്ഞൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഹെയർ പിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ പിന്ന് നമ്മൾ പിടിച്ച ഈ ഒരു ഭാഗത്തൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും.
പല സമയത്തും നമ്മൾ ജനലിൻ്റെ ഇടയിലേക്ക് എടുത്തു വെക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ ഒരു ഹെയർ പിന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് സെറ്റാക്കി കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ അന്ന് ഒരു പിന്നൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പിന്നൊക്കെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അതവിടെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ല പോലെ ഞൊറിഞ്ഞിട്ട പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോവാം. പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ളത് കലണ്ടറിലാണ് കേട്ടോ. കിടന്ന സമയത്ത് കലണ്ടറിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ഇതുപോലെ പാറി പൊങ്ങാറുണ്ട്. എന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഇതുപോലെ ഒരു ഹെയർ പിന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ സാധാരണ പൊങ്ങുന്ന പോലെ അത് പൊങ്ങുകയില്ല. നമുക്ക് ഡേറ്റൊക്കെ നോക്കാനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ ഒരുപാട് അലക്കി ഇടുന്ന സമയത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കാറ്റ് വീശിയാൽ പോലും ഡ്രസ്സ് താഴെ വീണ് അഴുക്കൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്, തുണി നമ്മൾ ചിക്കിയിടുന്ന സമയത്ത് തന്നെ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്ലൈഡ് കുത്തി കൊടുക്കുകയാണെങ്കിൽ എത്ര കാറ്റടിച്ച് കഴിഞ്ഞാലും ആ ഒരു ഡ്രസ്സ് താഴെ വീഴൂല കേട്ടോ, അവിടെ തന്നെ സേഫായിട്ട് നിൽക്കും. അപ്പം ഞാൻ രണ്ടാമത് ഒരു തുണിയിൽ കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഊരുന്ന സമയത്തല്ലാതെ ആ ഒരു ഡ്രസ്സ് താഴെ വീണ് അഴുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നിസ്സാരമായിട്ട് കാണുന്ന സ്ലൈഡ് വെച്ചിട്ട് 12ഓളം ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.